ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് നല്ലൊരു ഡിസൈനർ കുട്ടിയുടുപ്പിൻ്റെ വീഡിയോ ആണ്. അതിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുട്ടിയുടുപ്പാണ്. ഇതിൽ ഞാൻ കുഞ്ഞിയൊരു ഹാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ റെഡ് കളറിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എൻ്റെ മെഷീനിൽ ചെയ്ത വർക്കായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്പൈഡർ വെബാണ്. എംബ്രോയ്ഡറിയൊക്കെ അറിയാവുന്നവർക്കറിയാം സ്പൈഡർ വെബ് എന്താണ് എന്ന്. ഇതിനൊരു കുഞ്ഞ് സ്പൈഡർ വെബാണ്. അതാണ് ഞാൻ ഡീറ്റെയിലായിട്ട് അങ്ങനെ സൂം ചെയ്ത് കാണിക്കാനത്. അങ്ങനെ അതിൻ്റെ പണി നടക്കുകയാണ് ഗൈസ്. അകപ്പാടെ നാക്ക് കുഴയുകയാണ് ഗൈസ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ ബേബിക്ക് വേണ്ടിയിട്ടാണ്. ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ബേബി ഉണ്ടായിട്ടില്ല. ഇത് അപ്ലോഡ് ആക്കുന്ന ടൈമിൽ ബേബി ഉണ്ടായി. അൽഹംദുലില്ലാ, ബേബി ഗേളാണ്. ഇനി അവൾ അങ്ങനെ സ്പൈഡർ വെബിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സ്റ്റെമ്മാണ് ചെയ്യേണ്ടത്. സ്റ്റെമ്മ് ചെയ്യാനായിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ സൈഡിലേക്കും ഞാൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെയൊക്കെ കുഞ്ഞി ഫ്ലവർ വരാനുള്ളതാണ്. അങ്ങനെ ബാക്ക് സ്റ്റിച്ചിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞി ഫ്ലവർ ചെയ്യാമെന്ന്. ലേസി ഡേയ്സിയിലാണ് ഈ കുഞ്ഞി ഫ്ലവർ ഒരു 3 ബഞ്ച് വെച്ചിട്ടാണ് 3 പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബഞ്ചാക്കിയാണ് അത് ചെയ്യുന്നത്. ഇത് സംഭവം കുഞ്ഞി വർക്കാണ്, ബട്ട് അത്യാവശ്യം പണിയുള്ള വർക്കായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്കിതാണ് ഇതിന് ശേഷം ചെയ്ത വർക്കിനേക്കാണ് ഇഷ്ടപ്പെട്ടത്. ഈ വർക്കായിരുന്നു. ഓക്കെ, അങ്ങനെ അതിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫ്രഞ്ച് നോട്ടും കൂടി കൊടുത്ത് ആ വർക്ക് അങ്ങ് ഫിനിഷാക്കി. ഇതായിരുന്നു ആ വർക്ക് വന്നിട്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് വർക്ക് കാണാം അല്ലേ. അത് വന്നിട്ട് ഇച്ചിരി എന്താ കാണുമ്പോൾ ഒരു ബൾക്ക് ലുക്ക് ഫീൽ ചെയ്യുക, മീൻസ് ഒരു വലിയൊരു ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ആദ്യം സ്കെച്ച് ചെയ്തതിന് ശേഷം ത്രെഡ് ഞാൻ ഇച്ചിരി കൂടുതൽ, നേരത്തെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ 2 സ്ട്രിങ് ത്രെഡ് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഇത് ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ ത്രെഡ് ഞാൻ എടുത്തെന്ന് മറന്നുപോയി. അതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഞാൻ ലേസി ഡേയ്സി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലേസി ഡേയ്സി ഫിനിഷായി. ഇനിയിപ്പോൾ നമുക്കിതിൽ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ ബേബീനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ പേര് എയ്സൽ മറിയോ എന്നാണ്. ആളിപ്പോൾ ഉണ്ടായിട്ട് 14 ഡേ ആയിട്ടുണ്ട് കേട്ടോ. 14 ഡേ സെറമണിയൊക്കെ ഞാൻ വരും വീഡിയോസിലായിട്ട് അപ്ലോഡ് ആക്കാം. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറിയിരിക്കുന്നു ഗൈസ്. ഇതിന് നമുക്കിനിയിപ്പം സ്റ്റെം സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ എൻഡിങ്ങിൽ ഈ കളർ ത്രെഡ് കൊണ്ട് തന്നെ ഞാൻ 2 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആ ചെയിനിനെ അവിടെ ലോക്കാക്കിയിട്ടാണ് ചെയ്യുന്നത്. ശേഷം നമ്മളിവിടെ വരച്ചിരിക്കുന്ന എല്ലാ സ്റ്റെമ്മും ഫിനിഷ് ചെയ്യാം. ഇതിൻ്റെ താഴത്തേക്ക് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും ആ ഒരു റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച്, അങ്ങനെയാണ് 3 തണ്ടും വന്നിരിക്കുന്നത്. തണ്ട് മീൻസ് അതൊരു ഇലയാക്കി നമുക്ക് ഗണിക്കാം. ഓക്കെ, അതെന്തോ ആട്ടെ. അതിനുശേഷം നമുക്ക് ആ എൻഡിങ്ങിൽ റെഡ് കളറിൽ ത്രെഡ് എടുത്തിട്ട് ലേസി ഡേയ്സ് കൊടുക്കാം. അങ്ങനെ ലേസി ഡേയ്സിക്ക് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ട് ഇതിൽ കൊടുക്കാം. അത് വന്നിട്ടുള്ളത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ തണ്ടിന് പകരമായിട്ട്, ഇവിടെയാണ് നമ്മളൊരു 5 ഫ്രഞ്ച് നോട്ട് വീതം 4 സൈഡിൽ ഒരു ഇത് വന്നിരിക്കുക. 4 സൈഡിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കുട്ടിയുടുപ്പ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.